നമ്മുടെ പുതിയ കാലത്തെ കുട്ടികൾ മാധ്യമങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പലപ്പോഴും കലോത്സവ വേദിയിലാണ് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നത്. മാധവ് ശങ്കറാണ് എന്നോടൊപ്പം ഉള്ളത്. മാധവ് ശങ്കർ പാലക്കാട്ടുകാരനാണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് പെർഫോമൻസിലോട്ട് പോകാം. ആദ്യം എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കാൻ തീരുമാനിച്ചത്? മാധ്യമങ്ങൾ ഒരു ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണാണെന്ന് ഞങ്ങൾ പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ ആ മാധ്യമങ്ങൾ ഫാക്സിനെ പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളെയും കളിയാക്കിയിട്ടല്ല, ഇന്നുള്ള വിഷയങ്ങളെ പ്രോപ്പറായിട്ട് കാണിക്കണം, അതിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി എടുക്കാതെ അതിനെ പ്രൊഫഷണലായി കാണിക്കണം എന്നുള്ളൊരു ഇതോടെ കലാഭവൻ നൗഷാദിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ ചെയ്തൊരു മോണാക്റ്റാണ്. അതെല്ലാവരിലേക്കും എത്തി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് അതിലേക്ക് പോകാം, പ്രേക്ഷകരെ അതിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് തീർച്ചയായും ഇത് ആദ്യമായിട്ടാണോ ഈ ഒരു വേദിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ കലാജീവിതം എങ്ങനെയാണ് പൊതുവെ പോകുന്നത്? കലാജീവിതം ഞാൻ പല ചാനലുകളിലായിട്ട് പോയിട്ടുണ്ട്. കലോത്സവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 1ാം ക്ലാസ് മുതലേ കലോത്സവം പല വേദികളിലായിട്ടും ചെയ്തു വരുന്നതായിരുന്നു. മോണാക്റ്റിന് ഇവിടെ കലാഭവൻ നൗഷാദിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിന് വരുന്നത്. മുമ്പ് ഇംഗ്ലീഷ് പ്രസംഗത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വേദി കിട്ടി, അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദികയിൽ അതെനിക്കൊന്ന് നല്ല കൈയടിയായിരുന്നു. ആൾക്കാരിലേക്ക് അത് എത്തിയെന്ന് തോന്നില്ല കാര്യങ്ങൾ. ഇത്തിരി പൊളിറ്റിക്കൽ വിഷയങ്ങളായതുകൊണ്ട് ആളുകൾ അതിനെ അങ്ങനെ തന്നെ ഏറ്റെടുത്തു. പിന്നെ എൻ്റെ പെർഫോമൻസ് അത്ര നന്നായിരുന്നു എന്ന് ഞാൻ വിലയിരുത്തുന്നു. നേരത്തെ സ്കൂളുകളിൽ ഈ കാണിച്ച പെർഫോമൻസ് തന്നെ ആയിരുന്നു, അതോ വ്യത്യസ്തമായ വിഷയം എടുക്കുകയായിരുന്നു ചെയ്തത്? ജില്ലയിൽ ധർമ്മസ്ഥലയുടെ വിഷയമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുന്നൊരു വിഷയം ചെയ്യാമെന്ന് സാറ് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇത് ചെയ്തതാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ. ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? ഭാവിയിൽ എനിക്കൊരു കളക്ടർ ആവണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ അഭിനയവും കൂടെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. തീർച്ചയായും എല്ലാവിധ ആശംസകളും. നമുക്ക് ആ പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. ഗംഭീരമായൊരു പെർഫോമൻസ് ആയിരുന്നു. സ്വദേശാഭിമാനി പി രാമകൃഷ്ണ പിള്ളയുടെ തൂലികയിൽ കരുത്തുറ്റ മലയാള വാർത്താ മാധ്യമ രംഗത്ത് കേവലം 6 മൊബൈൽ ക്യാമറകളാൽ പെട്ടുപെരുകിയ ന്യൂജൻ മീഡിയാസ് ഇതാ ഇന്ന് വാളെടുത്ത വെളിച്ചപ്പാടുകളെ പോലെ കരുതുള്ളിയാടുന്ന മാധ്യമ സംസ്കാരത്തിന് ഒരു പുത്തൻ സമവാക്യം. പൗരധർമ്മം, പത്രധർമ്മം പ്ലസ് മനോധർമ്മം ഈസിക്കൽ ടു മാധ്യമധർമ്മം. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്നാണ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം പ്രൈം ടൈം. ഓ എന്താണ് ഒന്നും തിരിയില്ലത്? പറയൂ പറയൂ മിസ് പറളി തങ്കമ്മ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഓ ഉസ്മാനെ, പ്രതി പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പെരച്ചക്ക് 3 മണിക്കുള്ള കള്ളവണ്ടി ശബരി എക്സ്പ്രസ് കയറി എന്നാണ് നമുക്ക് അറിയാൻ കിട്ടിയിരിക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ആരാണ് അതിജീവിത? ഓ ഉസ്മാനെ, തൊട്ടാ പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ട എന്ന സിനിമയിലെ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അണ്ടിപ്പുള്ളിക്കാവ് ശാന്തക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരുന്നത്. കഷ്ടം കഷ്ടം കഷ്ടം. കേവലം 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രവാസി വനിതയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയതും 18 മാസങ്ങൾക്ക് ശേഷം ഗർഭം അനസിപ്പിക്കാൻ നിർബന്ധിതയാക്കിയതുമല്ലേ പ്രതിക്കെതിരെയുള്ള പരാതി? തന്നെ. അത് കൂടാതെ ഒരു ഫ്ലാറ്റും 10,000 രൂപയുടെ ചെരുപ്പും ചോദിച്ചതിന് മൂപ്പര് ഈ കാട്ടിക്കൂട്ടിലൊക്കെ കൂടെ കണ്ടപ്പോഴാണ് ഇതൊരു പീഡനമായിരുന്നത് അവർക്ക് മനസ്സിലാവുന്നത്. ഇതാ നമുക്കിപ്പോൾ കിട്ടിയ വാർത്ത. പാലക്കാട്ടെ ഹോട്ടലിൽ ഒളിവിൽ താമസിക്കുന്ന പ്രതി അവിടുത്തെ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലപ്പാണ്ടും മഞ്ഞ ഷർട്ടുമണിന്റെ പ്രതി അടിവസ്ത്രം മാറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓ ഉസ്മാനെ, ഇത് ആദ്യമായി കണ്ടത് നമ്മുടെ ക്യാമറാമാനാണെന്ന്. പീഡനം നടന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് ക്യാമറാമാൻ കൊണ്ടോട്ട് സുബ്രയോടൊപ്പം കടിക്കാച്ചി പാത്തുമ്മ പത്തനംതിട്ട. ഇതാ നമുക്ക് എന്താണ് സ്ഥലം, MP-ക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. ആരാ നിങ്ങളൊക്കെ? ആരാകാൻ വരരുത്. Don't try to play fool with me, Suresh. It is very bad. MP ആണത്രേ MP. ചോദ്യം ഇഷ്ടമായില്ലെങ്കിൽ ഇദ്ദേഹത്തിനും പറയാമായിരുന്നില്ലേ? കടക്ക് പുറത്ത് എന്ന്. അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ആക്ഷൻ കാണിക്കാമായിരുന്നില്ലേ? സൗകര്യമില്ല. അത് ചിലപ്പോ തൃശ്ശൂരിലെ പുണ്യാളിലെ കിരീടം വെച്ച പോലെ ആകും. അക്ഷരശക്തിയാണ്, പൗരസ്വാതന്ത്ര്യമാണ്, സത്യത്തിന് വേണ്ടിയുള്ള പടവാളാണ്. മുനയുടെ ഈ തൂലിക എനിക്ക് വേണ്ട, അരുത്. അനേകം ധീരദേശാഭിമാനികൾ എഴുതിയ തൂലികയാണിത്. ഇത് ഈ സാംസ്കാരിക നഗരിയിൽ ഒരു സ്മാരകമായി സൂക്ഷിക്കാനെങ്കിലും ഞങ്ങൾക്ക് വേണം. ഓ എന്റെ മനസ്സാനെ, നിങ്ങൾ ആ ടീം
ഒന്ന് ഓഫ് ചെയ്യും. കൊച്ചു കുട്ടികളുള്ള വീടാ. അതിനെന്താ ആർക്ക് കേൾക്കാനാ? മന്ത്രിയുടെയും തന്ത്രിയുടെയും സ്വർണ്ണ കഥ കണ്ണുള്ളവർ കാണില്ലേ, കാതുള്ളവർ കേൾക്കട്ടെ. ഇത് രണ്ടിനും കഴിയാത്തവർ അന്തിത്തർക്കങ്ങളിൽ പരസ്പരം തന്തയ്ക്ക് വിളിക്കട്ടെ. എന്തായാലും എല്ലാവർക്കും റേറ്റിംഗ് കൂടും പഠിച്ചാലേ. റേറ്റിംഗിന് വേണ്ടി പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ ഹിച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന മാധ്യമ സംസ്കാരം. പണ്ട് കവലകളിലെ ചായക്കടകളിൽ ഒരു കൈയിൽ ചുടു ചായയും മറുകൈയിൽ പത്രവും വേണ്ടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ TV ചാനലുകളിലെ AC മുറികളിലിരുന്ന് പരസ്പരം തന്തയ്ക്ക് വിളിക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് അറപ്പാ. You are right. അതിനെ പട്ടിയാക്കി ആ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന നവമാധ്യമ സംസ്കാരം കഷ്ടം. കൈരളി, ജനം, ജയ്, റിപ്പോർട്ടർ, മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ്, പ്ലസ്, മണ്ണാൻ കട്ട. ഇതിലാരെയാ നമ്മൾ വിശ്വസിക്കുക? എല്ലാം വിളിച്ചു വരില്ല ഈ വീട്ടിൽ പറ്റിയ ഇവിടെ എന്റെ പണിയെ പോക്കറ്റ് റേഡിയോ നാട്ടിലെങ്ങും പാട്ടായി വീട്ടിലിരിക്കാൻ പറ്റാണ്ടായേ. നന്ദി, നമസ്കാരം.